ബൈക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ നമ്മുടെ നാട്ടിൽ കണ്ണൂർ എന്ത് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചെടി എന്തിൻ്റെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ ഒരു കായ ഉണ്ടോ? ഇതിന് ഇവിടെ കണ്ണൂർ കൊട്ടക്ക എന്നാണ് പറയുക. ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ പറിച്ച് കഴിക്കുന്ന ഒരു തരം കായയാണ് കേട്ടോ. ഇതറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ കൊട്ടക്ക എന്നാണ് ഇതിന് പറയുക. ഇതൊരു കറുപ്പ് കളറാവും, പഴുത്ത് കഴിഞ്ഞാൽ ഒരു കറുത്ത കളറാണ് ഉണ്ടാകുക ഈ സംഭവം. 90s കിഡ്സൊക്കെ ഭൂരിപക്ഷം ആൾക്കാരും കണ്ട സംഭവം തന്നെയായിരിക്കും ഇത്. ഈ ഒരു സംഭവത്തിനെ ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം. നിങ്ങളുടെ ഇടയിൽ ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, ഇതുപോലെ തൊടുമ്പം തന്നെ വാടുന്നത്. ഇതിനാണ് കണ്ണൂർ തൊട്ടാവാടി എന്ന് പറയാം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിൻ്റെ പേര് പറയുന്നത്? ഈ പൂവിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യട്ടോ. ഇതിന് സാധാരണയായിട്ട് കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നാണ് പറയാറ് കേട്ടോ. ഈ ഒരു ചെടിക്ക് സാധാരണയായി നമുക്ക് മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇത് വെക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് അപ്പ എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ കേൾക്കാറ് കേട്ടോ കണ്ണൂർ സാധാരണ. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഈ ഒരു കായ കണ്ടോ? ഇതും കഴിക്കുന്നൊരു സംഭവമാണ്. സാധാരണയായിട്ട് നമ്മളിത് കുറുക്കൻ വളരി എന്നൊക്കെ പറയാറുണ്ട് ഇവിടെ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ കഴിക്കാറുണ്ട് ഈ ഒരു സംഭവം. ഇതിൻ്റെ ചെടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനും നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയും? ഇവിടെ കുറുക്കൻ വളരി എന്നാണ് പറയാറ്. അതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള പേര് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതൊരു കൂണാണ് കേട്ടോ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യും. കാണാൻ ഏതായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളിയാണ് കാഴ്ചയിൽ. നമുക്കിതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നാൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊരു വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഇതുവഴി ഇങ്ങനെ നടക്കുമ്പോൾ ഈ വയലുകൾ കാണിക്കുമ്പോൾ എനിക്ക് ഒറ്റ ചോദ്യം നിങ്ങളോടുള്ളൂ. ഇനി ജനിക്കുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള വയലുകൾ കാണാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ഏതെങ്കിലും ആൾക്കാർ എടുക്കുന്ന വീഡിയോസിൽ ചിലപ്പോൾ കാണേണ്ടി വരും. ഇതുപോലെ ഏക്കർ കണക്കിന് വയലുകൾ. കാരണം ഇതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എത്ര കാലം നമ്മുടെ നാട്ടിലുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇവിടെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരു ചേട്ടൻ ബൈക്കെടുത്ത് വന്ന് ഓൺ അടിക്കുന്നുണ്ട്. അതായത് ഞാൻ നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ വിട്ട് പോയോ നോക്കുന്നത് കേട്ടോ. ചേട്ടന് ഒരു ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. നടക്കുന്നത് ഇതുവഴിയൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും കൂടെ ആരോഗ്യം കിട്ടുന്നൊരു പരിപാടിയാണ്. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും വയൽ മാത്രമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറയുന്നു ഇനിയിപ്പം കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും വീഡിയോസിലെ കുട്ടിയൊക്കെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം തന്നെ കണ്ട് ആസ്വദിച്ചോ ഇതുപോലുള്ള സ്ഥലങ്ങളല്ലോ. കാരണം വീടെടുക്കാനും മറ്റുള്ള കെട്ടിടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സ്ഥലത്തിൽ ഇങ്ങനെ നികത്തി വരികയാണ്. നമ്മളിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ നമ്മുടെ നാട്ടിൽ കണ്ണൂർ എന്ത് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്ത് പേര് പറയുന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നമുക്കറിയാലോ പല ജില്ലകളിൽ പല പേരായിരിക്കും, പല ചെടികൾക്കും അല്ലെങ്കിൽ പല സംഭവങ്ങൾക്കും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനൊക്കെ പേര് പറയാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അതൊരു രസമല്ലേ പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗ്. ബൈ.